പേടിച്ചിട്ടാണ് മുട്ടർക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നുണ്ടല്ലോ നമുക്കൊരു ഫ്ലവർ ഷോ കാണാൻ പറഞ്ഞിട്ട് പോക്കാണ് കേട്ടോ. എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ശക്തൻ റൗണ്ടിൽ ഫ്ലവർ ഷോ വന്നിട്ടുണ്ട്. ഈ മാസം 10 മുതൽ 22 തീയതി വരെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് 2 വഴിയും തൃശ്ശൂർക്ക് എത്താം കേട്ടോ. ഒന്ന് വടക്കാഞ്ചേരി തൃശ്ശൂർ അങ്ങനെ കയറാം, അല്ലെങ്കിൽ നമുക്ക് മണ്ണുത്തി വഴി, അതായത് നമ്മുടെ കുതിരാനിലൂടെ മണ്ണുത്തി വഴി കയറാം. നമുക്ക് കുറച്ചുകൂടി ഈസി ഇതായതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഒരാളുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് വെറും 60 രൂപയുള്ളൂ കേട്ടോ. അതിനൊക്കെ മാത്രം ഇഷ്ടം പോലെ കാണാനുണ്ട് കേട്ടോ. നമുക്ക് അതിനുള്ളിലൊരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. അതിൽ ആർക്ക് വേണമെങ്കിൽ പാട്ട് പാടാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആർക്ക് വേണമെങ്കിൽ കയറി പാടാൻ തോന്നണോ, എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. എനിക്കറിയില്ല ശരിക്കും അതിനെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല. കാരണം നമുക്ക് കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നമ്മളെ ഇതേ ഫ്ലവർ ഷോയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് എൻട്രൻസിലൂടെ കയറുമ്പോൾ കാണുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ ഒരു നമുക്ക് ഗാന്ധിജിയുടെ ഒരു പിക്ചർ ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം നമ്മൾ കണ്ടിട്ട് പോയി, പക്ഷേ എന്താ അവിടെ ഉള്ളതെന്നൊന്നും അറിയില്ല. കുറച്ച് നൂലുകൾ മാത്രം കാണുന്ന പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അവിടെ ഗാന്ധിജിയുടെ ഒരു രൂപമുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു സർക്കിളിൽ ഒരു ഇതുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ മാത്രം കറക്റ്റായിട്ട് നല്ല രസത്തിൽ ഗാന്ധിജിയുടെ കാണാം. അല്ലെങ്കിൽ അത് വെറും നൂലുകളായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടനെയും കൂടെ വിളിച്ചിട്ട് കാണിപ്പിക്കാതെ എനിക്കൊരു സമാധാനം വന്നില്ല കേട്ടോ. അങ്ങനെ ചേട്ടനും കൂടെ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. വിദേശത്തു നിന്നും നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കുറേ ചെടികളും അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കാണാത്ത പലതരത്തിലുള്ള ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിന് നല്ല കുളിർമയല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഊട്ടിയിലൊക്കെയാണ് കേട്ടോ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നമ്മുടെ തൃശ്ശൂർ ഇത്ര അടുത്ത് നമുക്ക് കാണുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യം തന്നെയല്ലേ. അങ്ങനെ ബുദ്ധൻ്റെ സ്റ്റാച്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള, നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഇതിന് പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ റെഡൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഈ ഒരു ജമന്തിപ്പൂക്കളുടെ ഭംഗിയാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ പ്ലാസ്റ്റിക് പൂ പോലെ ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ജമന്തിയൊന്നും നമ്മുടെ അവിടെ നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ. പിന്നെ പച്ച കളർ ജമന്തി എന്ന് പറയണത് കണ്ടിട്ടില്ല. ജമന്തി എന്ന് തന്നെ തോന്നുന്നു കേട്ടോ അതിൻ്റെ പേര്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ മയിൽ കൊണ്ട് അലങ്കരിച്ച, പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മയിലുകളും ജിറാഫ് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. നമ്മൾ കുറേ കോഴിയമ്മ, കോഴിക്കുട്ടികൾ അങ്ങനെ കുറേ ഉണ്ട്. അവിടെയൊക്കെ ഫോട്ടോ പോയിൻ്റ് കേട്ടോ. നമ്മൾ ഫോട്ടോ നിന്നിട്ട് എടുക്കുമ്പോൾ നല്ല രസമാണ്. ഇതുപോലെ ഇവിടെ ഒരു ഫോട്ടോ നിന്നിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ഫോട്ടോ പോയിൻറ്റിലൊക്കെ പോയി നിന്ന് ആൾക്കാർ ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ കോഴിയമ്മയും കോഴിക്കുട്ടികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് കേട്ടോ. നല്ല മഞ്ഞ കളറിൽ അവിടെ ഒരു കുഞ്ഞു വാവ ആ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ സ്റ്റേജ് ഉള്ളത്. ആ സ്റ്റേജിലാണ് ഈ പാട്ടൊക്കെ പാടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും എന്താ പറയുക റെക്കോർഡ് തന്നെ ചെയ്യേണ്ട അവസ്ഥയായി. എന്താ പറയുക പ്രശ്നം വരുന്നത് ഇവിടെ പിന്നെ ഇതുപോലെ തോണിയിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഈ ഒരു ചെടി മുന്നേ നമ്മൾ കയറുന്ന എൻട്രൻസിൽ നിന്ന് കയറുന്നോടത്ത് തന്നെ കാണുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആ ഒരു ടൈപ്പിലുള്ള പൂക്കളുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതൊരു ഫോട്ടോ പോയിൻ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസ് കുട്ടികൾ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ജിറാഫ്, പിന്നെ അതാ കാണുന്നതാണ് നമ്മുടെ സ്റ്റേജ്. പിന്നെ നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങി പോവുകയാണ് കേട്ടോ.
നമ്മൾ പോയത് ഒരു 5 മണിക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ കയറിയെങ്കിലും ഇപ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും നല്ല തിരക്കാണ് അവിടെ, നല്ല തിരക്കുണ്ട് കേട്ടോ. അതുപോലെ ഇത് വിത്തുകളാണ്, നമ്മുടെ പല ടൈപ്പിലുള്ള ജമന്തികളാണ്, അതിൻ്റെ വിത്തുകൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പോകുമ്പോൾ നമുക്ക് കുറേ വിത്തുകളും വാങ്ങിയിട്ട് പോവാം കേട്ടോ. കുറേ പല ടൈപ്പ് ചെടിയുടെ വിത്തുകളും കാര്യങ്ങളും ഒക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ. പിന്നെ നമ്മൾ നേരെ കയറി ചെല്ലണത് IAS എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ കേട്ടോ, ചിറ്റിലപ്പള്ളി ആണ് ഉള്ളത്. അവിടുത്തെ കുട്ടികളുണ്ടാക്കിയ സാധനങ്ങൾ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. അവിടെയാണ് പഠിക്കുന്നത്. ഇത് കാണാൻ കാരണം ഇതിനുള്ള ഫുള്ള് വാക്യൂമാണ്, എയറില്ല, അതുകൊണ്ട് നമുക്ക് കാണാം. നമ്മൾ തുടരാനനുസരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് അത് ഇറത്തടിക്കാൻ നോക്കുകയാണ്. പക്ഷേ ഈ ഒരു ഗ്ലാസ് ബോൾ ഉള്ളതുകൊണ്ട് ഇറത്താണ് കൂടുതൽ ഡെക്കറേറ്റീവ് ആയിട്ട്. പുറത്തുനിന്ന് മാത്രം. പിന്നെ നമ്മൾ പോയത് എനിക്കൊരു ബുക്ക് വാങ്ങാനായിരുന്നു കേട്ടോ, പക്ഷെ ആ ബുക്ക് അവിടെ ഇല്ലായിരുന്നു, കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ നേരെ പോയത് ഇതുപോലത്തെ ഒക്കെ നമ്മൾ സെയിലിന് ഇട്ടുണ്ട് കേട്ടോ അവിടെ. ഇനി പോകുന്നത് ഏറ്റവും നൊസ്റ്റാൾജി എന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മുടെ പഴയകാല മിഠായികളില്ലേ, അത് കാണുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. ഇത് രണ്ടെണ്ണം തരൂ. ഇതാണ് വേണ്ടത്, അതല്ല ഇത് അങ്ങനെ എടുക്കാം. വീട്ടിലില്ല. ഞാനും സച്ചിനും ഓടി പോയി. ഈ ഒരു വൈബ്രേറ്റർ കണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് ചിരിച്ചു കേട്ടോ. പക്ഷേ ചിരിക്കാൻ മാത്രമല്ല, ഒരുപാട് ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. ഒരുപാട് അസുഖങ്ങൾ മാറാനൊക്കെ നല്ലതാണ്. എത്രയോ മിനിറ്റ് ഇതിൽ നിന്നാൽ മതി എന്നാണ് തോന്നുന്നു പറഞ്ഞത് കേട്ടോ. ഒരു ദിവസത്തിൽ ഒരുപാട് അസുഖങ്ങൾ മാറുമെന്നാണ് പറയണത്. ശരിക്കും അങ്ങനെ തന്നെ തോന്നുന്നു, നല്ല എഫക്റ്റീവാണെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്കിതുപോലെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ചെടികളും വാങ്ങിയിട്ട് നമുക്ക് തിരിച്ചിറങ്ങി വരാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൈ വാക്ക് ഉണ്ടല്ലോ തൃശ്ശൂർ, അപ്പോൾ അതിലൂടെ ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പോകുന്ന പോക്കാണ്. ലിഫ്റ്റിൽ കയറിയിട്ട് വേണം അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറുവാണ്. നമ്മൾ ഇതുവരെ വണ്ടിയിലൊക്കെ വരിക കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കയറിയിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. അങ്ങനെയാണ്, ആൾക്കാർക്ക് ശല്യമാവാണ്ടേ തന്നെ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും വണ്ടിയിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ ഹൈലൈറ്റ് മാളിൽ കണ്ടിട്ടില്ല, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മോളിലെത്തി. 3rd ഫ്ലോറിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. 3rd ഫ്ലോറിൽ ഇറങ്ങിയത് അവിടെ ഫുഡ് കോർട്ടാണ്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ എന്താ പ്രത്യേകിച്ച് ഒരുപാട് ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചുറ്റി കറങ്ങേണ്ട ഇതൊന്നുമില്ല. ഷോപ്പുകളൊക്കെ എന്താ പറയുക ഓപ്പൺ ആവുന്നേ ഉള്ളൂ. പിന്നെ താഴെ ലുലു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും വാങ്ങിയിട്ട് പിന്നെ നമ്മൾ പോരുകയാണ് തിരിച്ച്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞ പോലെ ഇന്നത്തെ യാത്രയും നമ്മുടെ കഴിഞ്ഞു കേട്ടോ. രാത്രിയായി 10-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക.